ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റഡ് റെസിപ്പി നോക്കിയാലോ. അരമണിക്കൂർ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്ലേറ്റും കാലിയാക്കി എടുക്കാവേ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ചിക്കനിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിയും അതോടൊപ്പം തന്നെ ചിരകിയ തേങ്ങ 2 സ്പൂണും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരത്തേക്ക് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമേ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ച് വെക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയാണ് ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാമേ. ഉള്ളി ഒരുപാടങ്ങ് വഴന്നു പോയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വെള്ളമൊന്നും ഒഴിക്കണ്ട, നമുക്ക് മൂടി വെക്കാമേ. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങട്ടെ. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ, മസാലയൊക്കെ ചിക്കനിനകത്ത് പിടിക്കട്ടെ കേട്ടോ. മസാലയൊക്കെ ചിക്കനകത്ത് പിടിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ടും ചെയ്യണം.